Hello everyone, welcome to my channel. എല്ലാവർക്കും സുഖല്ലേ? മഴയൊന്നായിട്ട് വേറെ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. ഹോപ്പ് യു ഓൾ ആർ സേഫ്. ഇന്നത്തെ ഈ വീഡിയോ +1 പോകാൻ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ളതാണ്. എങ്ങനെ നമ്മുടെ ആ ഒരു അക്കാഡമിക് ഇയർ കുറച്ചുകൂടി സ്മൂത്ത് ആക്കാം, അതിന് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ടിപ്സ് എല്ലാം ഞാൻ എൻ്റെ ലൈഫിൽ പ്രയോഗിച്ചതാണ്. So you can trust me. ഞാൻ ഒരു സയൻസ് സ്റ്റുഡന്റ് ആണ്. കൊമേഴ്സിന്റെയും ഹ്യൂമാനിറ്റീസിനും എനിക്ക് അത്ര അറിയില്ല, പക്ഷെ എന്നാലും ഞാൻ ഇവിടെ പറയുന്ന ടിപ്സ് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വിത്തൗട്ട് വേസ്റ്റിംഗ് യുവർ വാല്യുബിൾ ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പൊ എന്റെ ആദ്യത്തെ ടിപ്പാണ് അണ്ടർസ്റ്റാൻഡ് ദ റിയാലിറ്റി. സത്യാവസ്ഥ മനസ്സിലാക്കുക. എന്തായാലും നമ്മൾ ഒരു സ്ട്രീം നമ്മൾ എടുത്തു, അത് ചിലപ്പോൾ ഇഷ്ടമുള്ളതാവാം, ചിലപ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് എടുത്തതാവാം. എന്തായാലും നമ്മൾ അവിടെ പെട്ടു. പിന്നെ എന്തായാലും അവിടുന്ന് എസ്കേപ്പ് ചെയ്യാന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. സോ അവിടെ എങ്ങനെ സർവൈവ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. +1ലും +2ലും അത്യാവശ്യം നല്ലോണം പഠിക്കാനുണ്ട്. കോൺസെപ്റ്റ് വൈസ് ആയിക്കോട്ടെ, +2ലൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്. ഈ സത്യാവസ്ഥ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അല്ലാണ്ട് പെട്ടെന്ന് ഒരു വലിയ ചാപ്റ്റർ കാണുമ്പോൾ കിളി പോയ പോലെ ഇരിക്കരുത്. അതിന് നേരിടാനായിട്ടുള്ള ഒരു ധൈര്യം നിങ്ങൾ ആദ്യം തന്നെ ഡെവലപ്പ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാം ആദ്യമായിട്ട് +1 പഠിക്കാൻ പോണേ, നമ്മളെക്കാളും മുന്നേ കുറേ പേര് ഇത് പഠിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു പേടിയും വേണ്ട, ധൈര്യത്തോടെ അങ്ങനെ എല്ലാം ഫേസ് ചെയ്യാന്നുള്ളൊരു മനക്കെട്ടിയോടെ വേണം നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാനായിട്ട്. അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് ടിപ്പ്. അപ്പം ഇനി രണ്ടാമത്തെ ടിപ്പ് പറയാം. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറേ പഠിക്കാണ്ട്. അപ്പം ഈ പഠിക്കണ കാര്യങ്ങളെല്ലാം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ നമ്മൾ അവിടെ പെടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോൺസെപ്റ്റ് മനസ്സിലാക്കണം. കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിച്ചാലും അതിനെ നേരിടാനായിട്ട് പറ്റും. അപ്പോൾ കോൺസെപ്റ്റ് എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ പഠിക്കുന്ന ഓരോരോ ടോപ്പിക്സും നമ്മുടെ ഡെയിലി ലൈഫായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് ഫിസിക്സ് പോലുള്ള സബ്ജക്ട്സ് ഒക്കെ നമുക്ക് ഡെയിലി ലൈഫായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ അത് മറക്കാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ പഠിക്കാനായിട്ടൊന്ന് ശ്രമിക്കൂ. ഇപ്പൊ എനിക്ക് തന്നെ കെമിസ്ട്രിയിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു +2ല്. ആ ചാപ്റ്റർ എനിക്ക് അങ്ങോട്ടൊരു കണക്ഷൻ തോന്നുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? യൂട്യൂബിൽ വെറുതെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അടിച്ചു കൊടുത്തു. അപ്പൊ അതിന്റെ ആനിമേറ്റഡ് വീഡിയോസ് കണ്ടു. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയി അത് കാണാനായിട്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടും. ഡിഫിക്കൽട്ട് വരുന്ന കോൺസെപ്റ്റുകളും ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ആനിമേറ്റഡ് വീഡിയോസ് കണ്ടിട്ട് പിന്നെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാവും. അപ്പൊ ഇനി മൂന്നാമത്തെ ടിപ്പ് നോക്കാം. PYQs is important but it's not enough. എന്തിനാ നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണത്? ഒന്നാമത് നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. പിന്നെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഫെമിലിയർ ആവും. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ടൈം മാനേജ് ചെയ്യാനൊക്കെ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ഗുണങ്ങൾ. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആ ഒരു ടൈമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ഒതുങ്ങരുത്. അതിനപ്പുറത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കവർ ചെയ്യും. അതത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള പരിപാടിയൊന്നല്ല. നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. അവർ ഇത്ര എക്സ്പീരിയൻസ് ഉള്ളവരല്ലേ, അവർക്ക് എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അവരുടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണ്ടെന്നല്ല. ചിലപ്പോൾ നമ്മുടെ ലക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ വന്നാലോ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കുക. ഒപ്പം തന്നെ കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസും ടീച്ചേഴ്സിൻ്റെ ചോദിച്ച് വാങ്ങാം. അപ്പം ഇനി നാലാമത്തെ ടിപ്പ് നോക്കാം. അതാണ് പ്രാക്ടീസ് ന്യൂമറിക്കൽസ്. പലർക്കും മാർക്ക് പോണത് ന്യൂമറിക്കൽസിലാണ്. എന്നാൽ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പം ന്യൂമറിക്കൽസ് ആണ്. ഇപ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻസ് കുറേ നമ്പേഴ്സ് ഒക്കെ അതിൽ കണ്ടാൽ പലർക്കും പേടിയാണ്. അതൊന്ന് വായിച്ചു നോക്കാൻ വരെ പേടിയാണ്. പക്ഷെ അങ്ങനെ പേടിക്കണ്ട, ചിലപ്പോൾ സിമ്പിൾ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടു അതിൽ. അപ്പം നിങ്ങൾ കുറേ ന്യൂമറിക്കൽസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അപ്പം നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഏത് ഫോർമുല യൂസ് ചെയ്യണമെന്ന് അപ്പം മനസ്സിലാവും. പ്രാക്ടീസ് ചെയ്യുക മാത്രമേ വഴിയുള്ളൂ. അടുത്താണ് അഞ്ചാമത്തെ ടിപ്പ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെവർ ഇഗ്നോർ ഇംഗ്ലീഷ് ആൻഡ് യുവർ സെക്കൻഡ് ലാംഗ്വേജ്. കാരണം ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞാൽ ചിലവർ അധികം അങ്ങനെ ഇമ്പോർട്ടൻസോടെ കാണില്ല. അവർ മെയിൻ സബ്ജക്ട്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും. പക്ഷെ നമ്മുടെ ഫൈനൽ മാർക്ക് വരുമ്പോൾ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് അതിലുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കാം. ഇനി ആറാമത്തെ ടിപ്പ് നോക്കാം. അതാണ് സ്റ്റാർട്ട് ഏർലി ആസ് പോസിബിൾ. 10th വരെയൊക്കെ നമ്മൾ എങ്ങനെ പഠിച്ചേ? ടീച്ചേഴ്സ് രാവിലെ ആദ്യം പഠിപ്പിക്കും, നമ്മൾ വൈകുന്നേരം വന്നത് പഠിക്കും, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് പഠിക്കും. പക്ഷെ +1ലും +2ലും ടീച്ചേഴ്സ് പഠിപ്പിനായിട്ടും തൊട്ട് മുന്നേ തന്നെ നമ്മൾ ആ ഒരു ചാപ്റ്റർ ആയിട്ട് ഒരു കണക്ഷൻ ഡെവലപ്പ് ചെയ്യണം.
നമ്മുടെ യൂട്യൂബിലൊക്കെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും വൺ ഷോട്ട് വീഡിയോസ് കാണും. അപ്പോൾ വൺ ഷോട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് ആദ്യം തന്നെ ആ ചാപ്റ്റർ നമ്മളൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് മനസ്സിലാവും. ഞാൻ പലപ്പോഴും ഞാനത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ പോയിരുന്നിട്ട് ഷോ ഇറക്കാനല്ല ഞാൻ പറയുന്നത്. അവിടെ പോയിരുന്ന് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന ടിപ്പ് +2കാർക്കും യൂസ്ഫുൾ ആണ്. പിന്നെ നിങ്ങൾ +2ലേക്ക് എത്തുമല്ലോ +1കാര്. അപ്പൊ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു ടിപ്പാണ്. നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽസിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രാക്ടിക്കൽസ് എല്ലാം വളരെ എളുപ്പമാണ്, നമുക്ക് സുഖമായിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. എനിക്കറിയില്ല, കാരണം ഞാൻ പഠിച്ചിട്ടാണ് പ്രാക്ടിക്കൽസിന് പോയിട്ടുള്ളത്. നന്നായി പഠിച്ചിട്ട് തന്നെ പ്രാക്ടിക്കൽ എക്സാംസിന് പോവുക. അപ്പോൾ പ്രാക്ടിക്കൽസിന് നമുക്ക് എക്സ്പെരിമെൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അന്ന് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ എന്താണ് അന്ന് ചെയ്തതെന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക, എന്തെങ്കിലും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എക്സാംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഒരു റെക്കോർഡ് ചെയ്ത ഓഡിയോയോ അല്ലെങ്കിൽ നമുക്ക് ആ എഴുതിയ നോട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ പ്രാക്ടിക്കൽസിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കണം. പിന്നെ റെക്കോർഡുകളൊക്കെ ടീച്ചേഴ്സ് വെക്കാൻ പറയുമ്പോൾ വെക്കുക. അവർ പറയുന്ന ഒരു രീതിയിൽ തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റുള്ള ആ ഒരു റഷും ആ ഒരു പേടി അതൊന്നൊക്കെ ഒഴിവാനായിട്ട് സാധിക്കും. പ്രാക്ടിക്കൽസിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലാസ്റ്റ് ടൈമിൽ വേറെ ആൾക്കാരുടെ അടുത്ത് വരച്ചരോ എന്ന് ചോദിച്ച് നടക്കണ്ട, നമുക്ക് തന്നെ വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഈ കുറേയൊക്കെ പഠിച്ചിരുന്നിട്ട് ബേൺ ഔട്ട് ആവുന്ന സമയത്ത് 2-3 ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത് ഒരു റിലാക്സേഷനാണ്. ലാസ്റ്റ് ടൈമിൽ വെക്കുമ്പോഴാണ് അത് നമുക്കൊരു ബേർഡൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽസ് നന്നായി തന്നെ നോക്കുക. ഇനി 8ാമത്തെ ടിപ്പാണ് റിവിഷൻ. നമ്മൾ എത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും റിവിഷൻ നന്നായി ചെയ്തില്ലെങ്കിൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അതെനിക്ക് പറ്റിയൊരു തെറ്റാണ്. ഞാൻ കുറെ കാര്യങ്ങൾ പഠിക്കും, പക്ഷെ ഞാൻ റിവിഷൻ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ലാസ്റ്റത്തെ എക്സാമുകൾക്ക് വരുമ്പോൾ ഞാൻ പിന്നെയും ഒന്നും കൂടി പഠിക്കണ പോലെയായിരുന്നു. അത് റിവിഷൻ ചെയ്യാത്തത് കൊണ്ടാണ്. നിങ്ങളൊരു ടൈം സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ 2 ആഴ്ച പഠിച്ച കാര്യങ്ങൾ ഈ ഒരു ദിവസം ഞാൻ റിവൈസ് ചെയ്യുന്നുള്ളത്. ജസ്റ്റ് ആ ഒരു കീവേഡ്സിലൂടെ ഒക്കെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ മെമ്മറിയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആവും. അപ്പോൾ റിവിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു പോയാൽ മാത്രം പോരാ, പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ പഠിച്ചതിനോടുള്ളൊരു ഗുണം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് 8 ടിപ്സ് ഞാൻ പറഞ്ഞു തന്നു. എനിക്ക് ജനറൽ ആയിട്ടൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ബിലീവ് ഇൻ യുവർ സെൽഫ്. കാരണം നമ്മുടെ ഈ ഒരു പാത്തിൽ നമ്മളെ കുറെ പേര് ഡൗട്ട് ചെയ്യും. നമ്മുടെ അടുത്ത് കുറെ പേര് കുറെ കാര്യങ്ങൾ ചോദിക്കും, നിന്നെ കൊണ്ട് പറ്റുമോ, പിന്നെ നമ്മളെ ചിലപ്പോൾ കമ്പയർ ചെയ്യും. ആ ഒരു ടൈമിലൊന്നും നമ്മളെ ഡൗട്ട് ചെയ്യരുത്. നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം. വേറെ ആരും നമ്മൾ വിശ്വസിക്കില്ല, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ +1ഉം +2 ഒക്കെ പെട്ടെന്ന് തന്നെ കഴിയും. ടൈം അത്രയും പെട്ടെന്നാണ് പോവുക. അപ്പോൾ കുറെ ടെൻഷൻ അടിച്ച് നടക്കാതെ മേക്ക് ഇറ്റ് മെമ്മറബിൾ. നല്ല നല്ല മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ഫാമിലിക്കും ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ നമ്മളൊരു പ്രൗഡാണ് എന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കണം. അവിടേക്ക് എത്തിക്കണമെങ്കിൽ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട്. റിസ്ക് അല്ല, കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷെ നോ പെയിൻ നോ ഗെയിൻ. കുറച്ചൊക്കെ ഡിഫിക്കൽട്ടീസിലൂടെ കടന്നു പോയാൽ മാത്രമാണ് ഫൈനൽ റിസൾട്ടിൽ കുറച്ച് മധുരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് എന്റെ +1ലോട്ട് പോകുന്ന ഫ്രണ്ട്സിനോട് പറയാനുള്ളത്. നന്നായി പഠിക്കുക, നന്നായി കളിക്കുക, നന്നായി എൻജോയ് ചെയ്യുക, അടിപൊളിയായിട്ടിരിക്കുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദാറ്റ് ബെൽ ഐക്കൺ. അപ്പൊ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.